അങ്ങനെ നമ്മുടെ സംസ്ഥാനത്ത് വേനൽ മഴയുടെ കെടുതി ഒഴിയും മുമ്പേ ഇതാ കാലവർഷം കൂടി എത്തിയിരിക്കുകയാണ്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയ പ്രകാരം തന്നെ ഇന്ന് കേരളത്തിൽ കാലവർഷം എത്തിയിരിക്കുകയാണ്. വടക്കൻ കേരളത്തിൽ കണ്ണൂർ വരെയാണ് കാലവർഷം എത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് വിശദമായി നോക്കുകയാണെങ്കിൽ കാലവർഷം എത്തിയപ്പോൾ 14 ജില്ലകളിലും മഞ്ഞ മുന്നറിയിപ്പായിരുന്നു. പക്ഷേ ഈ മഴയുടെ തോതനുസരിച്ചും ഏറ്റക്കുറച്ചിലനുസരിച്ചും ഇപ്പോൾ മുന്നറിയിപ്പിൽ മാറ്റമുണ്ട്. ഇതാ നമ്മൾ മാപ്പിൽ കാണുന്ന പോലെ 3 ജില്ലകളിൽ, അതായത് എറണാകുളം, കോട്ടയം, ആലപ്പുഴ, ഈ 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. അതായത് ശക്തമായിട്ടുള്ള മഴ ഈ ജില്ലകളിൽ പെയ്യും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. മറ്റ് 11 ജില്ലകളിലും മഞ്ഞ മുന്നറിയിപ്പാണ്. ഈ തെക്ക് പടിഞ്ഞാറൻ കാലവർഷമാണ് എത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഈ തെക്കൻ തമിഴ്നാട് തീരത്തെ ചക്രവാത ചുഴി ശക്തമായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള മഴ പെയ്യും. അതായത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ശക്തമായിട്ടുള്ള മഴ പെയ്യും എന്നാണ് മുന്നറിയിപ്പ്. ഈ അടുത്ത 5 ദിവസം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജാഗ്രത വേണമെന്ന് പ്രത്യേകം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. അതായത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കനത്ത മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ വേനൽ മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്കറിയാലോ കാര്യമായിട്ടുള്ള വെള്ളക്കെട്ടുണ്ടായി. അപ്പോൾ ഈ കാലവർഷം കൂടി എത്തുന്നതോടെ കനത്ത ജാഗ്രത വേണം, തീരദേശ മേഖലകളിൽ പ്രത്യേക ജാഗ്രത വേണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ഈ കാലവർഷം എത്തുന്നതോടുകൂടി തന്നെ ഇടിമിന്നലോടുകൂടിയുള്ള മഴയ്ക്കാണ് സാധ്യത. മിന്നൽ പ്രളയത്തിനുള്ള സാധ്യത അത് തള്ളിക്കളയാനാകില്ല. മലവെള്ളപ്പാച്ചിലിനുള്ള സാധ്യതകളുമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും നോക്കുകയാണെങ്കിൽ മഴ പെയ്യുമ്പോഴേക്കും നല്ല വെള്ളക്കെട്ടാണ്. അതുകൊണ്ട് കാലവർഷത്തിൽ കനത്ത മഴ പെയ്യാനുള്ള സാധ്യത കണക്കിലെടുത്ത് ജാഗ്രതാ നിർദ്ദേശം, മുൻകരുതൽ അതുപോലെ തന്നെ പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്.